ഹലോ ഗൈസ്. സോ ഇതേപോലത്തെ ഒരു ലാക്സാസ് ഫിറ്റിൻ്റെ വാച്ചാണ് നമ്മളൊന്നൊരു ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകുന്നതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാനായിട്ടുണ്ട്. സോ നമുക്കത് നോക്കാം. സോ അതിന് മുമ്പ് തന്നെ ഇതേപോലെ തന്നെ വേറൊരു വാച്ച് ഡാമേജ്ഡായിട്ട് സ്ക്രീൻ പൊട്ടി ഡിസ്പ്ലേ പോയ രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു വാച്ച് എൻ്റെ ഉണ്ടായിരുന്നു. സോ ആ വാച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. സോ അതിൻ്റെ സ്ക്രീൻ കംപ്ലീറ്റ്ലി പൊട്ടിപ്പോയിരിക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ്ലി അതെല്ലാം കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് ഇതൊക്കെ. സോ ഇത് നമുക്ക് മാറ്റി എടുക്കണം. സോ ഇത് നമുക്ക് ഇനി റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ചിലവുള്ള കാര്യമാണ്. സോ നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രോളറും പോയ നിലയ്ക്കാണ് കാണുന്നത്. സോ അതുകൊണ്ട് കംപ്ലീറ്റ്ലി മാറ്റാമെന്ന് തന്നെ വേറെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇതാണ് വാച്ചിൻ്റെ ബാക്ക് സൈഡ്. നോക്കുമ്പോൾ ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്ക്രോളർ പാഡ് പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് നമ്മുടെ കണക്റ്റിംഗ് ടൈപ്പ് ഓഫ് സ്ട്രാപ്പാണ് വരുന്നത്, നമ്മൾ നേരത്തെ കാണിച്ച വാച്ചിൻ്റെ തന്നെ. സോ ഡിസ്പ്ലേ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ നമുക്ക് അതിനകത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ IC കംപ്ലീറ്റ് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഈ ഡിസ്പ്ലേ ഒന്ന് സേഫായിട്ട് റിമൂവ് ചെയ്യാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ വാച്ച്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ നോക്കാം, വരുമോ നോക്കാം. സോ നമ്മൾ ഇതേപോലത്തെ ഒരു ടൂളാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ടൂളാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എൻ്റെ പേരെനിക്കറിയത്തില്ല. ഈ ടൂളാണ് നമ്മളിത് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ ഇതാണ് ഡിസ്പ്ലേ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഇവിടെ എന്തോ റൈറ്റിങ്സൊക്കെ വന്നിട്ടുണ്ടല്ലേ. റൈറ്റിങ്സൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാറ്ററി കാണുന്നുണ്ട്. ബാറ്ററി ലേശം ബൾജായിട്ടാണ് കാണുന്നത്. സോ ബാറ്ററി റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സാധനം കാണുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. സോ ഞാനത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഡിസ്പ്ലേയുമായി ഞാൻ നൈസായിട്ട് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഡിസ്പ്ലേ. നമുക്ക് വിറ്റ് എന്തെങ്കിലും കിട്ടുമോ നോക്കണം. ഡിസ്പ്ലേ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. നമുക്കിന്നോട് പൊട്ടിയ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ കാർഡും ഡിസ്പ്ലേയും അതുപോലത്തെ നമ്മൾ മാറ്റിയത് ഈ സ്ക്രോളർ പാഡും കൂടിയാണ്. ഇതായിരുന്നു അതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുന്ന റബ്ബർ സ്ട്രാപ്പാണ്. വലിയ ക്വാളിറ്റി ഒന്നും എനിക്ക് തിരിയുന്നില്ല. ഇതുപോലത്തെ സ്ട്രാപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതായിരുന്നു വാച്ചിൻ്റെ ഫൈനൽ ലുക്ക്. ഇതായിരുന്നു ഈ വാച്ചിൻ്റെ കേട്ടോ. ഇതും കേടായത് തന്നെയാണ്. നമുക്ക് വേറെ പരീക്ഷണത്തിന് എടുക്കാനുള്ളതാണ്. സോ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നോക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ആദ്യമൊക്കെ ചാർജിങ് മര്യാദയ്ക്ക് ആകുന്നില്ലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം പ്രോപ്പർലി ഡിസ്പ്ലേ ഓൺ ആകുന്നില്ല. സോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ബാറ്ററിയാണ് ഈ കാണുന്നത് നമ്മൾ കേട്ടോ. ഏതാ ബാറ്ററി എന്നൊന്നും അറിയത്തില്ല, നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല. സോ കണ്ടിട്ടൊരു ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് തന്നെയാണ് ഇത്. വലിയൊരു ക്വാളിറ്റി ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ബാക്ക് സൈഡ് നോക്കിയാൽ തന്നെ ഇത് വർക്കിംഗ് ആയിരുന്നു, ബട്ട് എന്തോന്നല്ല ഒന്നും ലാസ്റ്റ് ആയപ്പോഴത്തേനും വർക്ക് ചെയ്യുന്നില്ല. സോ നമുക്ക് ബാറ്ററി ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. സോ ബാറ്ററി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതാണ് ബാറ്ററി. ഇതിനകത്ത് വരുന്ന ബാറ്ററി ഇതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കണം. ഇതാണ് നമുക്ക് കിട്ടിയ ബാറ്ററി എന്ന് പറയുന്നത് കേട്ടോ. ഇത് ലേശം ബൾജായിട്ടുണ്ട്. ബാറ്ററിൻ്റെ കുറച്ച് കഴിയുമ്പോൾ തല്ലി പൊട്ടിക്കാനാണ് സാധനം. സോ ബാറ്ററി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വരുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമുക്ക് പിന്നെ ബാറ്ററി കൂടെ റിമൂവ് ആയി കിട്ടുന്ന സാധനങ്ങൾ. മദർ ബോർഡും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഈ കാണുന്നത് അല്ലേ. മദർ ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ളത്. ഇതെനിക്ക് തോന്നുന്നത് സൗണ്ട് സെൻസിങ് ആണോ ഏതാണെന്ന് എനിക്ക് വലിയ പിടിയില്ല. സോ നമുക്ക് ഇതോടെ റിമൂവ് ചെയ്തെടുക്കാം. കട്ടിയുണ്ട് കേട്ടോ. ഇത് മാഗ്നറ്റാണ്. ഇത് ഈ ഭാഗത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ.
ഈ ഭാഗത്ത് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. സോ അതെന്നാ എനിക്കറിയില്ല. ഇത് മാഗ്നറ്റ് ആണെന്ന് എനിക്ക് സെൻസ് ചെയ്യണ്ടേ. ഒരു മിനിറ്റ്. അല്ല, ഇത് മാഗ്നറ്റ് ഒന്നും അല്ലെന്നാണ് തോന്നുന്നത്. അല്ല, ഇനി ബാക്ക് സൈഡിലൊരു ഒട്ടി പിടിക്കുന്ന സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ഫിക്ഷനുള്ള സാധനമൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. സംതിങ് വാട്ട്സ് ഇറ്റ്. അതൊക്കെ വിറ്റാൻ കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല. സോ അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ സെറ്റാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ആ സെറ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ നോക്കാം. ഈ കാണുന്ന ഈ ഫുൾ സെറ്റ് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. കുറച്ച് ടഫാണ്, പൊളിഞ്ഞ് വരുന്നില്ല. വേറെ എന്തോ ഒരു സാധനം കൂടെ കിട്ടിയിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. എന്തോ ഒരു സാധനമൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു സാധനമാണ്, അതായത് എന്തോ ഒരു സാധനമാണിത്. ഓക്കെ, സോ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സെറ്റാണ് നമുക്ക് ബാക്കി വരുന്നത്. സോ അത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കാം. സ്ക്രൂ ഒക്കെ വരുന്നത് നമുക്ക് തിരിച്ചു നോക്കാം. ഒരു സ്ക്രൂ പോലെ കിട്ടിയിട്ടുണ്ട്. സ്ക്രൂ മാറ്റിയിട്ടുണ്ട്. ഒരു സ്ക്രൂ കൂടെ കാണുന്നുണ്ട് കേട്ടോ. അടുത്ത രണ്ടാമത്തെ സ്ക്രൂ കൂടെ കിട്ടിയിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന മദർ ബോർഡ്, ഐ തിങ്ക് സോ അല്ലേ. സോ ഇതാണ് മദർ ബോർഡ് എന്ന് തോന്നുന്നു. സോ നമുക്കിത് വെട്ടിപ്പൊളിച്ചെടുക്കാം. എന്തൊക്കെയോ ഉണ്ട്. ചിലപ്പോൾ സ്മാർട്ട് വാച്ച് ലവേഴ്സിനൊന്നും പിടിക്കത്തില്ല. അടിച്ചു പോയ സാധനമാണ്. നമുക്ക് വേറെ വഴിയൊന്നുമില്ല, എന്തോ ചെയ്യാനോ. സോ ഇതാണ് സാധനം എന്ന് പറയുന്നത്. ഫോക്കസ് കിട്ടുന്നില്ലല്ലോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. നമ്മളിതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്നവരും അതുപോലെ തന്നെ എന്ത് പണിയുന്നവരൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇതേപോലത്തെ വിഷ്വൽസൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 10x ഞാൻ കാണിക്കുന്നത്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനല്ലേ. ഓക്കെ, സോ ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ബാക്കിൽ എന്തെല്ലാം ഉണ്ടല്ലോ, നമുക്കില്ല കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. റബ്ബർ ബുഷ് കേട്ടോ. ഓക്കെ, സോ
സോ ഈ കാണുന്ന സാധനമാണ് സെൻസർ. ബാക്കിൽ കാണുന്ന ഇതിൻ്റെ ലൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, കാണുന്നത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സാധനമാണ്. സോ നമുക്ക് ആ സാധനം ഇവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. സ്റ്റിൽ ഒരു സാധനം വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി എടുത്തു കേട്ടോ. അത് ചെറിയൊരു ഗമ്മുണ്ട് ഇവിടെ. ഫുള്ളി ഒരു ഡ്യൂപ്ലിക്കേറ്റ് സെറ്റപ്പാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കുറച്ചധികം സാധനങ്ങളാണ് മാറ്റി വെച്ചിട്ടുള്ളത്. സോ ഇനി നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഈ ചാർജിങ് പോർട്ടിലെ സെറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ മാഗ്നറ്റിക് ആണ്. അത് റിമൂവ് എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. പക്ഷെ ഇതിൽ മാഗ്നറ്റ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇതിൽ മാഗ്നറ്റ് ഇല്ല, ബട്ട് ബാക്കിലാണ് മാഗ്നറ്റ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. സോ അത് റിമൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നിർത്തിയേക്കാം. ബാക്കിലെ പോർട്ട് കൊണ്ട് റിമൂവ് ചെയ്തേക്കാം, എന്നാലേ കിട്ടത്തുള്ളൂ എന്ന് തോന്നുന്നു. സോ ഈ മെയിൻ പാർട്ടും കൊണ്ട് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് എൻ്റെ ബാക്കിലെ പ്ലാസ്റ്റിക് കേട്ടോ. ഇത് മെറ്റലാണ്, ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ, പ്യൂർ പ്ലാസ്റ്റിക്. ഇത് ഗ്ലാസ് ആണ് കേട്ടോ, ഇത് ഗ്ലാസ് ആണ്. ഓക്കെ, സ്ക്രീൻ ക്യാനാണ് ഇപ്പോൾ കാണിച്ചത്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റായിട്ട് കിട്ടുന്ന ഭാഗങ്ങൾ. ബാക്കിയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ സറൗണ്ടിങ്സും ഭാഗങ്ങളൊക്കെയാണ്. നല്ല മാഗ്നറ്റാണ്, റിമൂവ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ചെയ്യാൻ പണിയാണെന്നാണ് തോന്നുന്നത്. ചില്ലറ പണിയല്ല ഗൈസ്, റിമൂവ് ചെയ്യാൻ നല്ല പണിയാണ്. ലെറ്റ്സ് ട്രൈ സംതിങ് ബിഗർ. തല്ലിപ്പൊട്ടി ഇപ്പം ഇത് മാഗ്നറ്റ് ആവുന്നു കേട്ടോ. ഇത് മാഗ്നറ്റിക്കാണ്. സോ നേരത്തെ മുട്ടിച്ചപ്പോൾ മാഗ്നറ്റ് വന്നില്ല, അതൊന്നും അറിയില്ല. ഇരുമ്പിൽ വെട്ടുന്നില്ല, സ്റ്റീൽ വെട്ടുന്നില്ല കേട്ടോ. സ്റ്റീലുണ്ട് പക്ഷേ ഇരുമ്പിൽ കിട്ടുന്നില്ല. സോ തല്ലി പൊട്ടിക്കാനുള്ള സ്കീം നോക്കിയാലൊന്നും ഇങ്ങനെ ആലോചിക്കാം. തല്ലി പൊട്ടിക്കാൻ പ്ലാസ്റ്റിക് ആണെങ്കിലും സ്ട്രോങ് ആട്ടോ, പൊട്ടുന്നില്ല. ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് എന്തെങ്കിലും പൊട്ടില്ല. സോ ഇതെന്തായാലും സ്ട്രോങ് ആണ്, അത്ര നമുക്കിനി പറയാൻ സാധിക്കുള്ളൂ കേട്ടോ. സോ ഓക്കെ, നമുക്കതങ്ങ് ഉപേക്ഷിച്ചേക്കാം. സോ ടൂൾസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ കിട്ടിയ ഫുൾ പാർട്സ് എന്ന് പറഞ്ഞാൽ സ്ട്രാപ്പ്. ഒന്നാമതാണെന്ന് സ്ട്രാപ്പാണ്. സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഊരിയെടുത്താണ് ഈ ഒരു സ്ക്രോളറാണ് നമ്മൾ അടുത്തായിട്ട് ഊരിയെടുത്തത്. സ്ക്രോളറാണ് ഊരിയെടുത്തത്, അത് പറഞ്ഞു തന്നെയാണ്. സോ സ്ക്രോളർ ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് കിട്ടിയ സാധനമാണ് ഈ സ്ക്രീൻ ഗാർഡ് എന്ന് പറയുന്നത് കേട്ടോ. സ്ക്രീൻ പ്രൊട്ടക്ടർ, സ്ക്രീൻ ഗാർഡ് എന്നൊക്കെ പറയും.
ഈ സാധനമാണ്. ഇതും പൊട്ടിയ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ റിമൂവ് ചെയ്തത്. സോ ഇതും ഉടച്ചിട്ടുണ്ട്. ചെറിയ ഗമ്മൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ. സോ അത് നമ്മളവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ഡിസ്പ്ലേ. കാര്യം നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ഒക്കെ ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് പോയി. ഈ റൈറ്റിങ്സിനെ കുറിച്ചൊക്കെ അറിയാമെങ്കിൽ ഒന്ന് അറിയാവുന്നവരൊക്കെ പറയാം കേട്ടോ. ഈ റൈറ്റിങ്സൊക്കെ എന്താണെന്ന് അറിയാവുന്നവരൊക്കെ പറയാം. സോ ഇതോടെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ. അടുത്ത നമ്മൾ റിമൂവ് എടുത്താണ് നമ്മുടെ ബാറ്ററി. റിമൂവ് എടുത്ത ബാറ്ററി ഇതാണ്. ലിഥിയം ബാറ്ററി ആണെന്നാണ് തോന്നുന്നത്. ബാറ്ററി ഭയങ്കര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. എനിക്ക് വലിയ ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല ബാറ്ററീനെ കുറിച്ച്. സോ അടുത്ത് നമ്മൾ റിമൂവ് ചെയ്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഈ സ്ക്രൂ, ഈ സാധനം അല്ലേ. ഈ സാധനം നല്ല കട്ടിയുള്ള സാധനമാണ് അല്ലേ, നല്ല ഗമ്മുള്ള സാധനമായിരുന്നു. ഇതായിരുന്നു നമ്മൾ അടുത്ത് പൊളിച്ചെടുത്തത്. സോ അത് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്താണ് ഈ മദർ ബോർഡ് എന്ന് പറഞ്ഞ സാധനം. സോ മദർ ബോർഡ് ഒന്ന് സൂം ചെയ്ത് കാണിച്ച സാധനമാണിതല്ലേ. ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ. നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിയൊന്നുമില്ല. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കുക. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അതായിരുന്നു നമ്മൾ അടുത്തായിട്ട് റിമൂവ് ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മദർ ബോർഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം. ആദ്യം കണ്ടപ്പോൾ നമ്മൾ ആൻഡ്രോയിഡിലൊക്കെ സി ടൈപ്പ് ചാർജറില്ലേ, സി ടൈപ്പ് ചാർജറിൻ്റെ ഒരു പോർട്ട് പോലെ തോന്നുന്നത്. അതല്ല, ഇത് വേറൊന്നും സാധനമാണിത്. ഐ ഡോണ്ട് നോ വാട്ട്സ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിമൂവ് ചെയ്തതാണ് ഈ സാധനം. അല്ല, ഇത് നമ്മൾ ഈ 2 സ്ക്രൂ എന്ന് പറയുന്നത് നമ്മൾ മദർ ബോർഡിൻ്റെ കൂടെ ഊരിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഊരുന്നതല്ല. ഈ 2 സ്ക്രൂ എന്ന് പറയുന്നത് നമ്മൾ മദർ ബോർഡിൻ്റെ കൂടെ ഊരിയത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഊരെടുത്താണ് മെറ്റൽ ഫ്രെയിം. ഊരെടുത്ത മെറ്റൽ ഫ്രെയിമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ ഒരു സാധനം. എന്താണെന്നല്ല, നമ്മളെ ലൈറ്റ് ഫ്രെയിമില്ലേ, കുറേ ലൈറ്റ് എത്തുന്ന സാധനം, ഇതിൻ്റെ അതിൻ്റെ മുന്നിലാണ് ഈ സാധനം. അവിടെ ഏതാണ്ട് കൊട്ടിപ്പിടിച്ചിരിക്കുന്നത്. പറിച്ചിങ്ങെടുക്കാം. എവിടെ നിന്നാണോ വരുന്നത് നോക്കണേ. സോ ഒരു ലാക്സാസ്ഫിറ്റ് പ്രോ എന്ന് പറയുന്ന വാച്ചാണിത്. ലാക്സാസ്ഫിറ്റ് പ്രോ എന്ന് പറയുന്ന വാച്ചാണിത്. പ്രൈസ് ഏകദേശം വന്ന് 3000 അടുപ്പിച്ച് പ്രൈസ് വന്നിട്ടുണ്ട്. ക്വാളിറ്റിക്ക് ഒരു മാസം 3 ആഴ്ചയൊക്കെ നിന്നിട്ടുള്ളൂ. ഒരു മാസം ഒന്നും നിന്നിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ബാറ്ററി ഡ്രെയിൻ ആകാൻ തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോന്ന് മെല്ലെ ഓരോ സാധനങ്ങളായിട്ട് അടിച്ചു പോയി തുടങ്ങി. അങ്ങനെയാണ് ഡിസ്പ്ലേ അവസാനം അടിച്ചു പോയി. പിന്നെ നമുക്ക് ഇതുകൊണ്ടുള്ള ഉപകാരമൊന്നും തോന്നിയിട്ടില്ല. സോ വാറണ്ടി ക്ലെയിം ചെയ്യാൻ നിന്നിട്ടില്ല, തല്ലിപ്പൊട്ടിച്ചങ്ങ് എടുത്തു. സോ ഹോപ്പ് യു ഗൈസ് ലവ് ഇറ്റ്. അപ്പം അടുത്ത നമ്മൾ കൊണ്ടുവരുന്ന സാധനം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇറക്കുന്നതായിരിക്കും. സാംസങ്ങിൻ്റെ J5 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെയും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അടിച്ചു പോയതാണ്. ഏകദേശം 4, 5, 6, 7, 8 വർഷം പഴക്കമുള്ള ഒരു മൊബൈലാണ്. 16 GB റാം വരുന്ന മൊബൈൽ. സോ ഇതായിരിക്കും നമ്മൾ അടുത്തായി തല്ലിപ്പൊട്ടിക്കുന്നത്. സോ ഈ വീഡിയോയ്ക്ക് ഒരു 1K വ്യൂസ് എങ്കിലും കിട്ടിയാൽ, അല്ലെങ്കിൽ 1K ലൈക്കെങ്കിലും കിട്ടിയാൽ നമ്മൾ എന്തായാലും ഇത് തല്ലിപ്പൊട്ടിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഗൈസ്.